പ്രകാശേ ദേ ആരാ വന്നിരിക്കണേ നോക്കിയേ. അദ്ദേഹം എന്റെ ഹസ്ബൻഡാണ്, അദ്ദേഹത്തിന്റെ വൈഫാണ് ഞാൻ. എനിക്കങ്ങനെ പറയാൻ പാടില്ല. ഇതിപ്പോ നിങ്ങൾ മറ്റുള്ളവർ കമന്റ് ചെയ്യുന്ന പോലാണോ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്? സുധിച്ചേട്ട, നീ എന്തിനാണ് സുധിച്ചേട്ട ഫോട്ടോ വെച്ചേക്കുന്നത്? നീ എന്തിനാണ്? ഇന്ന് ഞാൻ കണ്ടൊരു കമന്റ്, സുധിച്ചേട്ട ഫോട്ടോ ബാക്കിൽ വെച്ച് നീ ഇവന്റെ ഫോട്ടോ വെക്കണം ബാക്കിൽ. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാണ്? അല്ല, ഞാൻ സുധിച്ചേട്ടനെ കുറിച്ച് എടുത്തെടുത്ത് ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലെ വാൾപേപ്പറിൽ പോലും എന്റെ വാൾപേപ്പർ ഇദ്ദേഹത്തിന്റെ അല്ലാതെ വേറെ ആരുടെയും വെക്കാൻ പറ്റുമോ? എന്ത് ചോദ്യമായി ഇതിപ്പോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂ എന്താണ് വ്യത്യാസം? അങ്ങനെ പറയരുത്. ഇപ്പൊ നമ്മളോടൊപ്പം പ്രതീഷ് പാലക്കാടും കൂടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. പല രീതിയിലും പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, അതല്ലെങ്കിൽ പ്രേമമോ അമ്പടി ജിഞ്ചിണ്ടാക്കടി. പല രീതിയിലും പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, അതല്ലെങ്കിൽ രേണുസുതി എന്ന കലാകാരി നിർബന്ധം പിടിച്ചുകൊണ്ട് പല വർക്കുകളും അദ്ദേഹത്തെ നായകനാക്കി എടുക്കുന്നു എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിനോട് എന്റെ പ്രതികരണം എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല, ഞാൻ ഇറങ്ങി പോകത്തേ ഉള്ളൂ. ഉള്ള കാര്യം പറയാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രതീഷ് എന്റെ ഇളയ ഒരു അനിയന്റെ സ്ഥാനമാണ്. ഒരുപാട് പേര് പല രീതിയിലും വിമർശിക്കുന്നുണ്ട്. പലരും സുധിച്ചേട്ടനെ വെച്ച് ജീവിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള വിമർശകരോട് ഇതിലൊന്നും ഞാൻ തളരില്ല എന്ന് ഉറച്ച ഒരു തീരുമാനത്തോടുകൂടെ പറയാൻ നിലവിൽ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ എന്തിനാണ് സുധിച്ചേട്ടനെ വെച്ച് ജീവിക്കുന്നത്? സുധിച്ചേട്ടൻ എന്റെ ഹസ്ബൻഡാണ്. അത് ശരിയാ, അത് ശരിയാ. നിലവിലെ ദാസേട്ടനുമായുള്ള ഒരുപാട് റീലുകൾ, ഒരുപാട് ഹോട്ട് രംഗങ്ങളൊക്കെ ഒരുപാട് റീലുകൾ. എനിക്കറിയില്ല. അയ്യടാ, അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. നിങ്ങളുടെ ഭാഷയില് അല്ല, അങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങൾ, ഒരുപാട് റീൽസ് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേക്ക് എത്താനുള്ള ഒരു പ്രേരക ഘടകം എന്താണ്? പ്രേരക ഘടകം എന്താ വെച്ചാൽ നമുക്കൊരു എന്താ പറയാ, റീലാണെങ്കിലും എന്താണ്, സിനിമയാണെങ്കിലും ആൽബം ആണെങ്കിലും അത് അഭിനയമാണ്. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം.